الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാട് തിന്മയുടെ വലിയ വേലിയേറ്റം നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും സമ്മാനിക്കുന്ന ലഹരിയിൽ എല്ലാം മറക്കുന്ന തലമുറ വളർന്നു വരുന്നു എന്നത് ഏറെ ആശങ്കയോടുകൂടിയാണ് നാം നോക്കിക്കാണേണ്ടത്. വളരെയധികം ഭീകരവും ഞെട്ടലുണ്ടാക്കുന്നതും വിഷമകരവുമായ വാർത്തകളാണ് മലയാള മണ്ണിൽ കഴിഞ്ഞ ദിവസം നാം കണ്ടത്. ജന്മം നൽകിയ മാതാവിനെ ലഹരിക്കടിമപ്പെട്ട ഒരുത്തൻ കൊലപ്പെടുത്തും. വിദ്യ പകർന്നു നൽകുന്ന ഗുരുവിൻ്റെ നേരെ കൊലവിളി നടത്തുന്ന വിദ്യാർത്ഥിയുടെ വീഡിയോയും നാം കണ്ടു. ചെറുതും വലുതുമായി ഇത്തരം ധാരാളം വാർത്തകൾ ദിനേന നാം കേട്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ കുടുംബ ശൈഥില്യങ്ങൾക്ക് കാരണമായി ലഹരി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ഏതൊക്കെ വീട്ടിലാണ് ലഹരി അടിച്ചു വന്ന് ആളുകൾ പ്രശ്നമുണ്ടാക്കിയതെന്ന് നമുക്കറിയില്ല. ആകെ പ്രശ്നകലുഷിതമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ലഹരിയിൽ മുങ്ങുന്ന നാട് എന്ന് നമ്മുടെ നാടിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഏത് നിമിഷവും ലഹരി മാഫിയയുടെ കെടിയിൽ വീഴാവുന്ന കൗമാരത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അനുകൂലമായ ക്യാമ്പസ് സാഹചര്യങ്ങൾ, വൃത്തികേടുകൾ കാട്ടിക്കൂട്ടുന്ന യൂട്യൂബർമാർ, റോൾ മോഡലാക്കുന്ന കുരുന്നു മക്കൾ, എന്താണ് നാടിന് പറ്റിയത് എന്ന് നമ്മളെല്ലാവരും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ്. കൃത്യമായ നെറ്റ്വർക്കോടെ പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകൾ, ഭയപ്പാടോടുകൂടി നീങ്ങുന്ന മാതാപിതാക്കൾ, മദ്യത്തിൻ്റെ പോഷക ഗുണങ്ങളെപ്പറ്റി എണ്ണിപ്പറയുന്ന ജനപ്രതിനിധികൾ, മദ്യത്തെ നാടിൻ്റെ മുഖ്യ വരുമാനമാക്കാൻ ശ്രമിക്കുന്ന ഭരണ സംവിധാനങ്ങൾ, ഇതാണ് ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ നേർചിത്രം. വല്ലാത്തൊരു അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാം ഒന്നും വെറുതെ ഇരിക്കേണ്ടവരല്ല, മറിച്ച് ഇതിനെ എതിർക്കാനും ഇതിനെ
ഇല്ലാണ്ടാക്കാനും ശ്രമിക്കുന്ന ഒരവസ്ഥ നമുക്ക് വേണം. കാരണം ഇസ്ലാമിന് അതിൻ്റെ ചരിത്രമുണ്ട്. ലഹരി ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സമൂഹത്തെ ഖുർആൻ കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ കൊണ്ട് മാറ്റിയ വലിയ ചരിത്രം മക്കക്കുണ്ട്, മദീനക്കുണ്ട്. ആ ചരിത്രത്തെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അവിടെ എങ്ങനെയാണോ ഇത് നീങ്ങിയത് ആ രീതിയിൽ തന്നെ അത് നീക്കാൻ നമ്മൾ ഓരോരുത്തരും ഇറങ്ങിത്തിരിക്കുകയും വേണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് മധ്യത്തിലും സർവാഭാസങ്ങളിലും മാറാടി ജീവിച്ച ഒരു സമൂഹമുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ ദിവ്യവചനങ്ങൾ അവരിൽ പരിവർത്തനം സൃഷ്ടിച്ചു. അതാണ് സംഭവിച്ചത്. ഖുർആനിനെ വ്യാപിപ്പിക്കുക, ഖുർആനിൽ പറയുന്ന തസ്കിയത്തിനെ വ്യാപിപ്പിക്കുക. അല്ലാഹു ആരാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഈ സമൂഹത്തിന് നൽകിയത് എന്ന് കൃത്യമായ പ്രബോധനം നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം നമ്മുടെ ചെറുപ്പകാലത്തിലൊന്നും തിന്മക്ക് പ്രചാരകരുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് തിന്മക്ക് കടുത്ത പ്രചാരണം നടത്തുന്ന എല്ലാ സോഷ്യൽ മീഡിയകളും അതിനു വേണ്ടി ഉപയോഗിക്കുന്ന, തിന്മ ചെയ്യുന്നതാണ് അഭിമാനമെന്ന് വിചാരിക്കുന്ന ചിന്തിക്കുന്ന തലമുറയെ വളർത്തിയെടുക്കാൻ അങ്ങേയറ്റം ആസൂത്രണം ചെയ്ത് വീഡിയോകൾ ചെയ്യുന്ന, സോഷ്യൽ മീഡിയകളിൽ ചീഞ്ഞളിഞ്ഞ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ചു നോക്കാനുള്ള അമ്പുകോലുകളും പൈശാചിക മ്ലേച്ഛ വൃത്തികൾ മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക, നിങ്ങൾ വിജയം പ്രാപിക്കും. നമ്മുടെ നാടിന് തനത് മദ്യം പ്രോത്സാഹിപ്പിക്കപ്പെട്ട എന്ന് ചിലരുടെ വാക്കുകൾ സമൂഹത്തെ എത്രമാത്രം അരിക്ഷുതത്വത്തിലേക്കാണ് എത്തിക്കുന്നത്. വ്യാജമദ്യങ്ങളൊക്കെ ഒഴിവാക്കി തനതു മദ്യത്തിലേക്ക് മടങ്ങണമെന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൾ നാട്ടിൽ സാംസ്കാരിക പ്രവർത്തകരുണ്ടായിത്തീരുന്നു എന്നത് എത്രത്തോളം അപകടകരമാണ്. ഈ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ എന്ന അഭിസംബോധനയിലാണ് വിശുദ്ധ വചനം ആരംഭിച്ചത്. പ്രസ്തുത വിളി അറിയിക്കുന്നതാകട്ടെ ശേഷം വരുന്ന മതവിധി നടപ്പിലാക്കൽ സിദ്ധാബിന് ഉത്തരമേഖലി അവർക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തിൽ പറയുന്നത്. മദ്യത്തെ, ചൂതാട്ടത്തെ എന്തിനോടുപമിച്ചു? പ്രതിഷ്ഠകളോടും പ്രശ്നം വെച്ചു നോക്കുവാനുള്ള അമ്പുകോലുകളോടുമാണ് ചേർത്ത് പറഞ്ഞത്. ഇവയെല്ലാം വൻപാപങ്ങളാണ്. മദ്യം മഹാപാപമാണെന്നതിനാലും സകല തിന്മകളുടെയും താക്കോലാണ് മദ്യമെന്നതിനാലുമാണ് മദ്യത്തെ മുന്തിപ്പിച്ചത്. മദ്യത്തെ ചൂതാട്ടത്തോടും പ്രതിഷ്ഠകളോടും ഉപമിച്ചത് അതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ മദ്യത്തെ റിജ്സ് എന്നാണ് പ്രയോഗിച്ചത്. മാലിന്യത്തിനും മ്ലേച്ഛതക്കുമാണ് അറബി ഭാഷയിൽ റിജ്സ് എന്ന് പറയുക. ഫജ്തനിബൂഹ്, നിങ്ങളത് വർജിക്കണം. പ്രസ്തുത പ്രയോഗത്തിൻ്റെ അർത്ഥമാകട്ടെ ആ വസ്തുവിൽ നിന്ന് പരമാവധി അകലം പാലിക്കണം. അതിനോടും അതിൻ്റെ അതിരുകളോടും അടുക്കാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. എന്തുകൊണ്ട് മദ്യം ഒഴിവാക്കണം? മദ്യം ഒഴിവാക്കാനുള്ള പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, ശത്രുത വളർത്തും. മദ്യം ശത്രുത വളർത്തും. ആ ശത്രുതയിൽ നിന്നാണ് കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്. ആ ശത്രുതയിൽ നിന്നാണ് ലഹളകൾ ഉണ്ടാകുന്നത്. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ യസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാത്തി ഫഹൽ അൻതും മുൻതഹൂൻ. ശത്രുതയും പകയും സമൂഹത്തിൽ അനിശ്ചിതാവസ്ഥയും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മദ്യമെന്ന് പറയുന്നു. പിശാച് ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉളവാക്കുവാനും അല്ലാഹുവെ ഓർക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുവാൻ ഒരുക്കമല്ലേ എന്ന്. പിശാച് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും ഉണ്ടാക്കുന്നത് ഒന്ന് ശത്രുതയാണ്, രണ്ട് വിദ്വേഷമാണ്.
3 അള്ളാഹുവെ ഓർക്കുന്നതിൽ നിന്നും തടയുകയാണ് ചെയ്യുന്നത്, നമസ്കാരത്തിൽ നിന്നും തടയുന്നു. ഈ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആ മദ്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ ഒരുക്കമില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. കുടുംബം ശിഥിലമാക്കുന്നു എന്നതാണ് മദ്യത്തെ ഒഴിവാക്കാനുള്ള രണ്ടാമത്തെ കാരണം. കുടുംബ ശൈഥില്യം, സാമൂഹിക അസമാധാനവുമാണ് ഇതിൻ്റെ മദ്യത്തിൻ്റെ മറ്റൊരു വിപത്ത്. പറയാൻ പോലും പറ്റാത്ത തരം പൈശാചിക കൃത്യങ്ങൾ വേറെയും. എത്ര കുടുംബങ്ങളാണ് സാമൂഹികമായി തകർന്നടിയുന്നത്, സാമ്പത്തികമായി ഇല്ലാണ്ടായി പോകുന്നത്. എത്ര കുടുംബങ്ങളാണ് കണ്ണീർ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര കുടുംബിനികളും കുഞ്ഞുങ്ങളുമാണ് ലഹരി തലക്കു പിടിച്ചവരാൽ കൊല ചെയ്യപ്പെടുന്നത്. മനസ്സാക്ഷി പോലും മരവിച്ചു പോകുന്ന വാർത്തകൾ ദിനേന വന്നുകൊണ്ടിരിക്കുന്നു. പിന്നിലോട്ട് പോയാൽ, അതിൻ്റെ സംഭവത്തിൻ്റെ ആദ്യത്തിലേക്ക് പോയാൽ ഭൂരിഭാഗം കേസുകളിലും വില്ലൻ ലഹരിയും മദ്യവുമാണെന്ന് തിരിച്ചറിയണം. അത് നമ്മുടെ നേർക്ക് വരില്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അയൽപ്പക്കക്കാരൻ മദ്യത്തിനിരയായ ആളാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് നമ്മളാണെങ്കിൽ എന്തു സംഭവിക്കും? നമ്മുടെ വീട്ടുകാരിയാണെങ്കിൽ എന്തു സംഭവിക്കും? നമ്മുടെ കുഞ്ഞാണെങ്കിൽ എന്തു സംഭവിക്കും? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഇങ്ങനെ പോയാൽ മതിയോ? പോരല്ലോ. കഴിഞ്ഞ ദിവസം നടന്ന പിഞ്ചുബാലികളുടെ ക്രൂരമായ കൊലപാതകത്തിൻ്റെ പിന്നിലും മദ്യലഹരിയായിരുന്നു. അതാണ് സാക്ഷ്യപ്പെടുത്തിയത്. ആ കുഞ്ഞിന് ജന്മം നൽകിയ മാതാപിതാക്കളുടെ വേദന താങ്ങാവുന്നതിലും എത്രയായിരിക്കും? ആ പിഞ്ചു കുഞ്ഞ് ആ വീട്ടിൽ നടന്നതും ഇരുന്നതും കിടന്നതും കളിച്ചതും ചിരിച്ചതുമൊക്കെ ഓർത്ത് ജീവിക്കുന്ന മാതാപിതാക്കൾ എന്ത് സംഭവിച്ചു അവരുടെ കുഞ്ഞിന്? മദ്യലഹരിയിലുള്ള ഒരാൾ ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. അയൽപ്പക്കങ്ങളിൽ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിലും നാം ജാഗ്രത പാലിക്കണം. കഴിഞ്ഞ ദിവസം നടന്ന പിഞ്ചു കുഞ്ഞിൻ്റെ കൊലപാതകം അത്തരം ഒരു നീചൻ്റെ കയ്യാലായിരുന്നുവല്ലേ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കി അതിനെതിരിൽ നമ്മൾ പ്രതികരിച്ചേ തീരും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മദ്യത്തിൻ്റെ വിപത്തുകളെ ഉണർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എത്ര പ്രസക്തമാണ് ഈ കാലത്തും. അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ് അക്ബറുൽ കബായിർ മിൻ മൻ ശരിബഹം വഖഅല ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, മദ്യം സർവ്വ മ്ലേച്ഛതകളുടെയും മാതാവും വൻ പാപവുമാകുന്നു. ആരെങ്കിലും അത് കുടിച്ചാൽ അവൻ തന്റെ മാതാവിൻ്റെ മേലോ അമ്മായിയുടെ മേലോ വീണുകൊണ്ടിരിക്കും. വ്യഭിചാരത്തിൻ്റെ വ്യാപനത്തിന് അത് കാരണമാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. ആരാണെന്ന് തിരുത്തൽ കൊലപാതകത്തിൻ്റെ സാധ്യതയുണ്ട് മദ്യത്തിലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഔസീനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തശ്റബുൽ ഖംർ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്ത് ചെയ്തു, നീ മദ്യപിക്കരുത്, തീർച്ചയായും അത് സർവ്വ തിന്മകളുടെയും താക്കോലാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാൽ പരിവർത്തനം സൃഷ്ടിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പഴയ ചരിത്രത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ മദ്യത്തിൽ നിന്നും രക്ഷപ്പെട്ട അത്ഭുതകരമായ ഉത്തമ സമുദായമായി മാറിയ വലിയൊരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. തിന്മകളുടെ അന്ധകാരം കാരണം ജാഹിലിയ്യ കാലം എന്തുപോലും ആ കാലഘട്ടം പിടിക്കപ്പെട്ടു. കച്ചവടത്തോടൊപ്പം മദ്യവും വ്യഭിചാരശാലകളും പലിശയും ലോട്ടറിയും എല്ലാം അവരുടെ മുഖ്യ വരുമാനമായിരുന്നു. ആ വരുമാനത്തിലേക്കാണ് ഇപ്പോൾ നമ്മുടെ നാടും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചെറു വലിപ്പമുള്ള കഅബാലയം പോലും പുനർനിർമ്മിക്കപ്പെടുമ്പോൾ അതിൻ്റെ വലുപ്പം കുറക്കാൻ കാരണം ഹലാലായ സമ്പത്തു മാത്രമേ കഅബയുടെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് ഹലാലായ സമ്പത്തില്ലാത്തത് കൊണ്ട് കാബയെ ചെറുതാക്കേണ്ടി വന്നു. അത്രയും ഹറാമിൽ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിയോഗിതനായത്. അത്രമാത്രം അധർമ്മങ്ങൾ ആഭാസങ്ങളിലുമായിരുന്നു ആ ജനത. അവരിൽ എങ്ങനെ പരിവർത്തനം ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കണം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ.
അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. തീർച്ചയായും അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. പിന്നീട് അവർ അന്ത്യനാൾ വരെയും സർവർക്കും മാതൃകയായ മാറിയ ഒരു സമൂഹമായി മാറി. എങ്ങനെ? അവർക്ക് വേദമോദി കേൾപ്പിച്ചു, അവരെ സംസ്കരിച്ചു. വേദമോദി കേൾപ്പിച്ച് സംസ്കരിച്ചാൽ മാറാത്ത ഒരു ജനതയുമില്ല എന്ന് തെളിയിക്കാനാണ് അത്തരം ഒരു ജനതയിൽ ഖുർആൻ ഇറങ്ങിയത്. മദ്യലഹരിയെ മാന്യതയുടെ അടയാളമായി കണ്ടവർ വീടകങ്ങളിൽ നിന്ന് അതിനെ വലിച്ചെറിയുന്ന സ്ഥിതിവിശേഷം സംജാതമായെങ്കിൽ അത് ഉത്ബോധനം കൊണ്ട് മാത്രമാണ്. ഉത്ബോധനം നടത്താനുള്ള അവസരങ്ങളെ നമ്മുടെ വീട്ടുകളിലും നമ്മുടെ അയൽപ്പക്കങ്ങളിലും ഉണ്ടാക്കണം. ലഹരിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നടന്ന് അവിടെ യുവാക്കളെയും കുടുംബങ്ങളെയും ഒന്നിച്ചു കൊണ്ടുവന്ന് നടത്താൻ നമ്മൾ മുൻകൈയെടുക്കുന്ന ഒരവസ്ഥയിലേക്കോ മാറിത്തേരേണ്ടതുണ്ട്. നല്ല മദ്യം നിരോധിച്ചാൽ വിഷമദ്യം വ്യാപകമാകില്ലേ എന്ന് ദുർന്യായം പറയുന്നവരുണ്ട്. തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടില്ലേ? ആളുകൾ കള്ളുകുടിച്ചില്ലെങ്കിൽ വരുമാനം കുറയില്ലേ? എന്നിങ്ങനെ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കാരണം സമൂഹം അപ്പാടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സമൂഹത്തെ മുഴുവൻ തകർത്തിട്ട് വേണോ ചില ആളുകൾക്ക് വരുമാനം ലഭിക്കാൻ, ചില തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ? വേറെ എന്തൊക്കെ തൊഴിലുണ്ട് നാട്ടിൽ? ആ തൊഴിലെടുത്തവൻ്റെ ബർക്കത്തുണ്ടാകുമോ? അവൻ തിന്മയെ വ്യാപിപ്പിക്കുന്നവനല്ലേ? കുടുംബത്തിന് ശൈഥല്യം വരുത്തുന്നവനല്ലേ? ഇങ്ങനെ വിചാരിക്കാൻ എന്താണ് നമുക്ക് സാധിക്കാത്തത്? ഹറാമാക്കപ്പെട്ട പലതും ഹലാലാക്കുന്ന കാലം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മദ്യവുമായി ബന്ധപ്പെട്ട് 10 വിഭാഗങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കുകയുണ്ടായി. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംരി 10 ആസിറഹ ومعتسرها وشاربها وحاملها والمحمولة إليه وساقيها وبائعها وآكل ثمنها والمشتري لها والمشتراه له. മദ്യം വാറ്റുന്നവൻ, മദ്യം കുടിക്കുന്നവൻ, മദ്യം വിൽക്കുന്നവൻ, മദ്യം കുടിപ്പിക്കുന്നവൻ, മദ്യം വിലക്ക് വാങ്ങുന്നവൻ, അതാർക്കു വേണ്ടി വാറ്റുന്നുവോ അയാൾ, വഹിച്ചെടുക്കുന്നവൻ ആർക്കു വേണ്ടി വഹിക്കുന്നുവോ അവൻ, അതിൻ്റെ വില തിന്നുന്നവൻ ആർക്കു വേണ്ടി വില വാങ്ങുന്നുവോ അവൻ. ഈ 10 വിഭാഗവും ശപിക്കപ്പെട്ട വിഭാഗമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച വിഭാഗമാണ്. ലഹരി ഉണ്ടാക്കുന്ന എല്ലാം നിഷിദ്ധമാണ്. കുല്ലു മുസ്കരിൻ ഖംറുൻ വ കുല്ലു മുസ്കരിൻ ഹറാമുൻ. ലഹരി എല്ലാ മദ്യവും ലഹരിയാണ്. ലഹരി ഉപയോഗിക്കുന്നതിലൂടെ അപമാനം സംഭവിക്കും, ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാവും. കരളിന്, ഹൃദയത്തിന് അതല്ലാതെ രോഗം വരുന്നില്ലേ? വരുന്നുണ്ട്. അതേ രോഗം തന്നെ വേറെ കാരണം കൊണ്ടുവരാം എന്ന് വിചാരിച്ച് ഈ ലഹരി ഉപയോഗിച്ച് ആ രോഗം വരുത്തണമെന്നുണ്ടോ? ഇല്ലല്ലോ. മദ്യപാനി ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ലാ യദ്ഖുലുൽ ജന്നത ആക്കും വലാ മന്നാനുൻ വലാ മുദ്മിനുൽ ഖംർ വലാ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ, ദാനം ചെയ്തത് എടുത്തു പറയുന്നവൻ, മുഴുകുടിയനും വ്യഭിചാരിയും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മദ്യം സേവിക്കപ്പെടുന്ന തിന്മേശക്കടുത്ത് ഇരിക്കുക പോലും ചെയ്യരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, വല്ലവനും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ മദ്യം സേവിക്കപ്പെടുന്ന തിന്മേശ അവൻ ഇരിക്കരുതെന്ന്. മദ്യം വയറ്റിലായിരിക്കെ വല്ലവനും മരിച്ചാൽ അവൻ നരകത്തിന്റെ ആളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ ഖംറു ഉമ്മുൽ ഖബായിസ് ومن شربها لن يقبل الله منه صلاة 40 يوما وإن مات وهي في بطنه مات ميتة جاهلية. വല്ലവനും അത് കുടിച്ചാൽ അള്ളാഹു അവന്റെ 40 നാളുകളുടെ നമസ്കാരം സ്വീകരിക്കുകയില്ല. മദ്യം വയറ്റിലായിരിക്കെ വല്ലവനും മരിച്ചാൽ അവൻ ജാഹിലിയത്തിലാണ് മരണപ്പെട്ടത്. ഒരു വിശ്വാസി എന്ന നിലക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ നിലകൊള്ളേണ്ട നിലപാട് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലഹരിയിലേക്കെത്തുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ചീത്ത കൂട്ടുകെട്ടാണ്. മദ്യത്തിൻ്റെ ഉപയോഗം നിർത്തിയവരെ വീണ്ടും കൊണ്ടുപോകാൻ അത്തരം ആളുകൾ ശ്രമിക്കും. ലഹരിയുടെ ഒരു മാഫിയ തന്നെ അതിനുണ്ട്. ഈ കൂട്ടുകെട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടാകും. അതിൽ ജാഗ്രത പാലിക്കണമെന്ന് നമ്മുടെ കൗമാരപ്രായക്കാരോട് ഉപദേശിക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം നിരോധിച്ചപ്പോൾ അന്ന് ഉപയോഗിച്ച പാത്രങ്ങൾ വരെ ഒഴിവാക്കാനും നശിപ്പിക്കാനും പറഞ്ഞു. കാരണം അത് കാണുമ്പോൾ മദ്യത്തെ ഓർമ്മ വന്ന് മുന്നോട്ട് പോകുന്നൊരവസ്ഥയുണ്ടാവും. മദ്യം ഒഴിവാക്കാനുള്ള ക്യാമ്പിൽ ചെന്ന് ചേർന്നവർ തിരിച്ചു വരുമ്പോൾ അവർ ആ മദ്യത്തിൻ്റെ കൂടെ ഉപയോഗിച്ചിരുന്ന ഭക്ഷണം ഉപയോഗിക്കരുത് എന്ന് അവരോട് ഉപദേശിക്കാറുണ്ട്. കാരണം ആ അടയാളങ്ങൾ അയാളെ വീണ്ടും പഴയ ചിന്തയിലേക്ക് കൊണ്ടുപോകുകയും മദ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഒഴിവാക്കി വരുന്ന വ്യക്തിയുടെ മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലെ ഈമാൻ നിരന്തരമായി അയാൾക്ക് കിട്ടുകയും ക്ലാസ് കേൾക്കുകയും ചെയ്താൽ മാത്രമേ അയാൾക്ക് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുകയുള്ളൂ. ജമാഅത്ത് നമസ്കാരത്തിന് മദ്യത്തിൽ നിന്ന് ഒഴിവായ വ്യക്തി നിർബന്ധമായി പങ്കെടുക്കണം. എങ്കിൽ മാത്രമേ അയാൾ ലഹരിയിൽ നിന്നും ഒഴിവാകാൻ സാധിക്കുകയുള്ളൂ. മദ്യപാനം ഒഴിവാക്കി മാറി വരുന്നവരെ സംരക്ഷിക്കാൻ സമൂഹവും മഹല്ലുകളും തയ്യാറാകണം. പള്ളിയുമായും സംവിധാനങ്ങളുമായും അവരെ ബന്ധപ്പെടുത്തുക, ആ ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് അവരെ അണച്ചു കൂട്ടിപ്പിടിക്കുക. ഒരു മാനസിക രോഗി വീട്ടിലുണ്ടായാലുണ്ടാകുന്നതിനേക്കാൾ 100 ഇരട്ടി ദുരന്തമാണ് ഒരു ലഹരിക്കടിമപ്പെട്ട ഒരാൾ വീട്ടിലുണ്ടാകുമ്പോൾ എന്ന് മനസ്സിലാക്കണം. എന്താണ് അവൻ ചെയ്യുക, എന്താണ് അവൻ പ്രവർത്തിക്കുക എന്നത് ഒരിക്കലും അറിയില്ല. അത്രക്കും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് ലഹരിക്കടിമപ്പെട്ടവൻ്റെ വീട് കഴിയുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ടെൻഷൻ വരുമ്പോഴാണ് തിന്മകളിലേക്ക് ആളുകൾ എത്തുക. മാനസിക സംഘർഷങ്ങൾ വരുമ്പോഴാണ് തിന്മയിലേക്ക് എത്തുക. മദ്യപാനി 1-2 പ്രാവശ്യം മദ്യം കഴിക്കുമ്പോഴേക്ക് അവനെ രക്ഷപ്പെടുത്തുന്നതിന് പകരം അവനെ മദ്യപാനിയായി മുദ്രകുത്തുകയും ഞങ്ങളുടെ തറവാടിൻ്റെ പേര് നശിപ്പിച്ചവനാണ്, ഈ വീട്ടിൽ നീ വേണ്ട എന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തുമ്പോൾ വീണ്ടും അവൻ ടെൻഷൻ കയറി മദ്യം കുടിക്കുമെന്ന വിവരം പോലും ഈ മദ്യലഹരിക്കടിമപ്പെട്ട ആളുടെ കുടുംബത്തിനില്ലാതെ പോകുന്നുണ്ട്. കൃത്യമായി മനസ്സിലാക്കണം നമ്മൾ. മാനസിക സംഘർഷങ്ങൾ ഈ മദ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു വഴിയാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. അവനോട് ചൊറിഞ്ഞ്, അവനോട് ദേഷ്യപ്പെട്ട്, അവനെ അടിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോൾ അല്ല, ഒരു തിന്മ ചെയ്യുന്ന ആളെ അയാളെ കൂട്ടിപ്പിടിച്ച് അയാളോട് നല്ലവണ്ണം പറഞ്ഞ് അയാളെ ഒപ്പമിരുത്തി അയാൾക്ക് അതില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ സുഖം പറഞ്ഞു കൊടുത്ത് ഒരു സമാധാനം പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോകണം. ശിക്ഷകളുടെ ഗൗരവം മനസ്സിലാക്കണം. പരലോകത്ത് ഉള്ള ശിക്ഷ വളരെ ഗൗരവപരമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ സാധിക്കും. ലഹരി ഉപയോഗിക്കുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒന്ന് ഡള്ളായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഉഷാറായി പോകണമെങ്കിൽ, മദ്യമല്ലാത്ത ഈ സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ വലിയ ഊർജമായിരിക്കും, വളരെ വലിയ ഊർജ്ജസ്വരനായിരിക്കും, എല്ലായിടത്തും ഉണ്ടാകും. അത് പിന്നീട് അഡിക്റ്റഡായി അങ്ങനെ മാറുമ്പോൾ അവൻ ഉൾവലിയുകയും ചെയ്യും. എന്താണ് മദ്യം ഉപയോഗിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് ആ ലക്ഷണമുള്ളവരെ നിരീക്ഷിക്കുകയും അവരെ കണ്ടെത്തുകയും അവരെ സഹായിക്കുകയും അവരെ ആ മദ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യണം. ഇസ്ലാമിക ജീവിതമല്ലാതെ, ഇസ്ലാമിക ചിട്ടയല്ലാതെ അതിലേക്ക് പോകാതിരിക്കാൻ വേറെ മാർഗമില്ലെന്ന് തിരിച്ചറിയുകയും വേണം. നമ്മളൊക്കെ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ബോധവൽക്കരണം തന്നെയാണ്. ഒരു 7ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് അവരെ നമ്മുടെ വീട്ടിൽ വിളിച്ചു വരുത്തി അവരെ ഇരുത്തി ലഹരി കൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന സമർത്ഥരായ ആളുകളെ വിളിച്ച് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കുട്ടിക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു കൊടുക്കുക എന്നതൊരിക്കലും സാധ്യമല്ല ഈ ഒരു കാലഘട്ടത്തിൽ. മറിച്ച് അവരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇതിനെക്കുറിച്ച് ഉത്ബോധനം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് അതിൻ്റെ കാര്യം മനസ്സിലാകും. കരിയർ നഷ്ടപ്പെടും, അവൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് നഷ്ടപ്പെടും,
അവന് ഈ ലോകത്ത് അഭിമാനമില്ലാതെ ജീവിക്കേണ്ടി വരും, അവൻ രോഗിയാവും, അവന് കുടുംബമുണ്ടാവില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഒരു 7ാം ക്ലാസ് എത്തുമ്പോഴേക്ക് ഈ വിഷയങ്ങൾ കൃത്യമായി പഠിപ്പിക്കുക എന്നതാണ് ഈ പ്രശ്നത്തിൻ്റെ ആത്യന്തികമായ പരിഹാരമെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ വീടുകളുടെ മുറ്റത്തൊക്കെ കസേര നിരന്ന് അവിടെ പറ്റുന്ന ആളെ കൊടുന്ന് ഈ പ്രായത്തിലുള്ള 13 മുതൽ 18 വരെയുള്ള കുട്ടികളെ കൊണ്ടുവന്നിരുത്തി 1, 2, 3 തവണ പരിപാടി നടത്തിയാലേ ചുറ്റുമുള്ള കുട്ടികളെ മുഴുവൻ ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പരിപാടി നടത്തി എൻ്റെ ബാധ്യത കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ചെയ്തില്ലെങ്കിൽ നാളെ നമ്മുടെ കുട്ടിയായിരിക്കും അതിൽപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ വീടായിരിക്കും ഒരു ലഹരിക്കടിക്കപ്പെട്ട ആൾ വന്ന് ആക്രമിക്കുക എന്ന ഒരു നിതാന്ത ജാഗ്രത, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആശങ്ക നമ്മുടെ മനസ്സിലുണ്ടാകണം. എങ്കിലേ ഇതിന് പരിഹാരമുണ്ടാവുകയുള്ളൂ. ഇങ്ങനെ മുന്നോട്ട് പോയാൽ നാട് മുഴുവൻ നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ നമ്മളും അതിൻ്റെ ഇരകളായി തീരേണ്ടി വരും എന്ന ഉത്തമ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും സകല തിന്മകളിൽ നിന്നും രക്ഷപ്പെട്ട് മുത്തഖികളായി, മുഅ്മിനുകളായി, മുഹ്സിനുകളായി മുന്നോട്ട് പോകുവാനും ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കാനുമുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.